ഹലോ, ഇത് മോളുടെ ബർത്ത്ഡേയുടെ കേക്കാട്ടോ. ഏത് കേക്ക് ചെയ്യുന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ. അപ്പം ഞാൻ വെച്ച് മറ്റേ കുനാഫ പിസ്താഷ്യൂ അതിൻ്റെ ഫില്ലിങ്സ് കേക്ക് ചോക്ലേറ്റ് കേക്കിൽ ചെയ്യാമെന്ന് ഓർത്ത് എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് പിസ്താഷ്യൂ ഒക്കെ ഉള്ളായിരുന്നു. പിന്നെ കുനാഫയുടെ ഒറിജിനൽ എൻ്റെ കയ്യിലില്ലായിരുന്നു, തിരക്കിയിട്ട് ഷോപ്പിൽ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വെർമിസെലി ഉണ്ടല്ലോ നൈസായിട്ടുള്ള, അങ്ങനെ അത് വെച്ച് ചെയ്തു. അപ്പം സ്പ്രെഡും രണ്ടും ഇച്ചിരി ഇച്ചിരി ഉള്ളത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആ കുനാഫ ഡവിൻ്റെ അത്രയും സോഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് മറ്റേ വെർമിസെല്ലി ആയതുകൊണ്ട് ഇച്ചിരി ഹാർഡായിരുന്നു. കാരണം നമ്മൾ പൈപ്പിംഗ് ബാഗിൽ ഇതാക്കിയിട്ട് അത് നമുക്ക് അതിനകത്തോട്ട് പ്രസ് ചെയ്ത് കേക്കിനകത്തോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം അത്രയ്ക്ക് കട്ടിയായിപ്പോയി, ആറിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായിപ്പോയി. മറ്റേ ആ സ്പ്രെഡ് ഇച്ചിരി കട്ടിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഡവും കൂടെ ആയപ്പോൾ ഇതും വെർമിസെല്ലിയും കൂടെ ആയപ്പോൾ അതും കുറച്ചുകൂടെ കട്ടിയായിപ്പോയി. പക്ഷെ എന്തായാലും നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തു. കഴിച്ചപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ വീട്ടിൽ ഫാമിലീസ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ മോളുടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഇച്ചിരി കഷ്ടപ്പെട്ടാണ് ഓരോ ഇതിലും ആക്കിയത്. പക്ഷെ നമ്മൾ കേക്ക് കട്ട് ചെയ്തപ്പോൾ ഓരോ ബൈറ്റിനകത്തും ആ ഒരു മറ്റേ കുനാഫയുടെയും ആ പിസ്താടെയൊക്കെ ഒരു ഇത് നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. മോളൊരു എൽസയുടെ തീമിൽ വെക്കണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോപ്പർ വെച്ച് ചെയ്തു. എനിക്ക് വേറെ ഓർഡറിലുണ്ട്. നമ്മുടെ മക്കളുടെ കയ്യിലല്ലേ നമുക്ക് ഉടായ്പ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.